ശബരിമലയിൽ ആരും ചിന്തിക്കാത്ത കുറെ നിഗൂഢതകളുണ്ട് അല്ലേ? ശബരിമലയിൽ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പറയാം. കാരണം അത് ഇതുവരെ കേരള സമൂഹം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ ശബരിമലയിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യും. എല്ലാവരും ചർച്ച ചെയ്യുന്നത് പോറ്റി, അതേപോലെ തന്നെ തന്ത്രി, സ്വർണം, ഇതൊക്കെയാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ സൈലന്റ് ആയിരുന്ന് കരുക്കൾ നീക്കി വിജയത്തിലേക്ക് കൊണ്ടുപോയ ഒരു മഹത്തായ സംഭവമുണ്ട്. അതായത് ശബരിമലയിൽ ED വന്നത് എപ്പോഴാണ്? ഇപ്പോഴല്ലേ, 6 മാസങ്ങൾക്ക് ശേഷം. എന്തുകൊണ്ട് 6 മാസങ്ങൾ എന്ന സമയം എന്ന് പറയുന്നത്, സാധാരണ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ED ആ സെക്കൻഡിൽ അവിടെ ഇടപെടും. ഇത് എത്രമാത്രം ഹ്യൂജ് എമൗണ്ടിന്റെ കോൺസ്പിറസി ആണെന്നുള്ളത് EDക്ക് അറിയാം. ഈ കേന്ദ്രത്തിന് നിരവധിയായ ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട്. അതിലൂടെ നമ്മളുടെ ആരുടെ വേണമെങ്കിലും ഫോൺ കോളുകൾ ചോർത്താം. അത് മിക്കവാറും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആകും. അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ED ഇത്രയും കാലം വൈകിയതിന് 6 മാസത്തിന് ശേഷം മാത്രം, മറ്റെല്ലാ വിഷയത്തിലും അഡ്വാൻസ് വരുന്ന ED 6 മാസത്തിന് ശേഷം വന്നതാണ് ഇവിടെ നമ്മളുടെ വിഷയം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ CPM കേസ് എടുക്കുകയില്ല എന്നുള്ള കാര്യം EDക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ BJPക്ക് അറിയാമായിരുന്നു. ആദ്യം തന്നെ CPM സ്വമേധയാ ഒരു കേസ് എടുക്കുകയില്ല, കേരള പോലീസ് കേസ് എടുക്കുകയില്ല. അപ്പോൾ അവിടെ ഒന്നാമത്തെ പോയിന്റ്, CPMനെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. ആ സമയം കിട്ടിയല്ലോ. ആ സമയം കിട്ടിയതിന് ശേഷമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പൊ രണ്ടാമത് ഹൈക്കോടതി രംഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഹൈക്കോടതി രംഗത്ത് വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഹൈക്കോടതിയും ഗവൺമെന്റും മുഖാമുഖം നിൽക്കുകയാണ്. ഹൈക്കോടതി പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ചെയ്തത് ശരിയല്ലെന്ന്. BJP എല്ലാം പറഞ്ഞു ഇല്ല. അപ്പൊ ഹൈക്കോടതി ഈ കാര്യം പറയുമ്പോൾ ജനങ്ങൾ, നമ്മുടെ കേരളത്തിലെ 99% ജനങ്ങൾക്കും ഹൈക്കോടതി വിശ്വാസമാണ്. 1% ഞാൻ ദിലീപിന്റെ വിഷയത്തിലൊക്കെ എതിർപ്പ് പറഞ്ഞ ആൾക്കാരുടെ ഭാഗത്തേക്കാണ് ആ ഒരു 1% പറയുന്നത്. അപ്പൊ ഈ 99% ആൾക്കാരും വിശ്വസിക്കുന്ന ഹൈക്കോടതി ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ ഇവിടെ മിണ്ടാതെ നിൽക്കുന്ന ഒരു ഘടകമാണ് BJP കാര്യമായ കാര്യമൊന്നും ചെയ്യില്ല. പക്ഷെ ഒരു ഹർജി കൊടുത്തു ഹൈക്കോടതിയിൽ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഹർജി കൊടുത്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഹൈക്കോടതി രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനവികാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഹൈക്കോടതി രംഗത്ത് വന്നപ്പോൾ ജനവികാരം ഇപ്പൊ ആർക്കെതിരെയായിട്ടാണ് ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടത്? ഭരണകൂടത്തിനെതിരായിട്ട്, CPM എന്ന പാർട്ടിക്കെതിരായിട്ട്. ഈ ജനവികാരം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ 1 ശബരിമല, 2 CPM, 3 ഹൈക്കോടതി. ഇവിടെ ഹിന്ദുക്കളാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ മുറിവേറ്റവർ. എന്നാൽ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഒന്നൊന്നായിട്ട് രംഗങ്ങൾ മറന്നേക്ക് പുറത്തു വരുമ്പോൾ മറ്റു സമുദായങ്ങളും ചെയ്തത് ശരിയായില്ല എന്നൊരു പൊതുവികാരത്തിലേക്ക് വന്നിട്ടില്ലേ? അത് കഴിഞ്ഞു. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഗവൺമെൻറ് പ്രതിസ്ഥാനത്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയ വിവാദമുണ്ടായാൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നത്? മാധ്യമങ്ങൾക്ക് ഒരു സൈഡ് ഉണ്ടാകും. ആ സൈഡ് വെച്ചുകൊണ്ട് ഈ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന രീതിയിലാണ്. ശബരിമല വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ആദ്യമേ ഗവൺമെന്റിനെ പ്രതിരോധിക്കേണ്ട കുറേ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, അതായത് മുഖ്യധാര മാധ്യമ പ്രവർത്തകർ. അവരൊക്കെ പ്രതിരോധിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി. ഇത് ഗവൺമെന്റ് കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഗവൺമെന്റ് കേസ് എടുത്തില്ല എന്ന രീതിയിലേക്ക് വളച്ചൊടിച്ചു പോയി. പക്ഷെ നിരന്തരം പ്രശ്നം ആവർത്തിച്ചപ്പോൾ ഹൈക്കോടതി SITയെ നിശ്ചയിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഗവൺമെന്റിനെതിരെ സംസാരിക്കാതെ വയ്യ എന്നായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റെല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റിനെതിരെ വസ്തുതകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ വന്നു. ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ആക്ച്വലി മാധ്യമങ്ങൾക്ക് ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇത്രയൊക്കെയാണോ? അപ്പോൾ മാധ്യമങ്ങൾ ഗവൺമെന്റിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ കോടതി വന്നു, ജനങ്ങൾ വന്നു, മാധ്യമങ്ങൾ വന്നു, ഗവൺമെന്റ് പരിങ്ങലിലായി. ഗവൺമെന്റ്, അതായത് CPM പരിങ്ങലിലായി. അവരപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധത്തിലായി. ഈ സന്ദർഭത്തിലാണ് ED വന്നത്. ഇപ്പോൾ ED വരേണ്ടതാണ്, അല്ലെ CBI വരേണ്ടതാണെന്നൊരു ചിന്താഗതി നമ്മൾക്ക് എല്ലാവർക്കും വന്ന സമയത്താണ് അവർ വന്നത്. അത്രയും സമയം കഴിഞ്ഞപ്പോൾ ED വന്നപ്പോൾ ഏതെങ്കിലും രീതിയിൽ EDയെ വിമർശിക്കുവാനോ എതിർക്കുവാനോ ഗവൺമെന്റിന് പറ്റുന്നുണ്ടോ? മിണ്ടിയാൽ
അതായത് ഹൈക്കോടതി ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു വിഷയമാണെന്ന് ഓർക്കണം. മിണ്ടിയാൽ ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ED വന്നത് രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്രത്തിന്റെ അന്വേഷണ ആയുധമാണ്, CPM-നെ തകർക്കുവാൻ വേണ്ടിയാണ്, ഇതിവിടെ നടക്കുകയില്ല, കേന്ദ്ര ഏജൻസികളുടെ ആ അന്യായം, ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഗവൺമെന്റ്. ഇതൊന്നും പറയാതിരുന്നതിന്റെ കാര്യം ഈ സാഹചര്യം വളരെ ബുദ്ധിപൂർവമായിട്ട് അവിടെ സൃഷ്ടിച്ചെടുത്തു. ഇതിനിടയിൽ തന്നെ ഒന്നൊന്നായി വിഷയങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഓരോരോ വിഷയങ്ങൾ വന്നപ്പോൾ BJP-യുടെ കേന്ദ്രത്തെ ഭാഗത്തു നിന്ന് ഒരാളുടെ അഭിപ്രായം വന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നല്ലാതെ BJP-യുടെ ഒരു ശബരിമല ഹിന്ദു വിഷയമായിട്ടും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഒന്നും വന്നില്ല. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നു, അവരുദ്ദേശിച്ച രീതിയിൽ പോകുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ SIT-യുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘം പുതിയ വെളിപ്പെടുത്തലുകളായിരുന്നു ഈ 6 മാസത്തിനുള്ളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇത്രയായപ്പോൾ ED വരുന്ന സമയത്ത് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഇത് BJP-യുടെ അജണ്ടയാണെന്ന്? ഒരാളും പറഞ്ഞില്ല. സാധാരണ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു അന്വേഷണത്തിന് ED വന്നാൽ ആ കക്ഷി മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ, ആ കക്ഷി മാത്രമല്ല പ്രതിപക്ഷത്തിലെ മറ്റ് കക്ഷികളെല്ലാം കൂടെ കൂട്ടം ചേർന്ന് ഒന്നിച്ചിട്ട് എന്ത് പറയും? ED-യെ ഉപയോഗിക്കുകയാണെന്ന് പറയും. ED ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നു, സ്വാതന്ത്ര്യം കളയുന്നു, അവർക്കെതിരെ കേസ്. ഇവിടെ ഇപ്പോൾ കേസൊന്നും ED-ക്കെതിരെ കൊടുത്തിട്ടില്ലല്ലോ. അടുത്തത്, ഇതിനിടയിൽ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു, സമുദായങ്ങളെ രംഗത്തിറക്കുക. അതത്ര കാര്യമായ രീതിയിൽ വിജയിച്ചില്ല. അതായത് അതിന് കൂടെ സമയമെടുത്തു. അതായത് സമുദായങ്ങളെ രംഗത്തിറക്കുമ്പോൾ ഹിന്ദുക്കളുടെ പ്രബല വികാരം ഗവൺമെന്റിനെതിരായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളത്, അതെന്തുകൊണ്ടോ കേരളത്തിലെ ഹിന്ദുക്കൾ പൊതുവെ ഒരു അടിമ മനസ്ഥിതി ഉള്ളതായതുകൊണ്ടായിരിക്കാം ഹിന്ദുക്കൾ ശബരിമല വിഷയത്തിൽ ആദ്യം ഇറങ്ങിയ പോലെയൊന്നും രംഗത്തിറങ്ങിയില്ല. പക്ഷെ മാധ്യമങ്ങളിലെ ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകി അവരുടെ വികാരം ഈ വാർത്തകൾ കണ്ടുകൊണ്ട് അവരുടെ സങ്കടമായിട്ട് ഒരുപക്ഷെ അത് മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരുള്ള ഐക്യദാർഢ്യമായിട്ട് അവരത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യം നിൽക്കെ കോൺഗ്രസിലേക്ക് വലിയ അന്വേഷണം നീളുന്നു. ഓക്കെ, കോൺഗ്രസിലേക്ക് അന്വേഷണം നീളുമ്പോൾ കോൺഗ്രസ് ED ഒന്നും പറഞ്ഞില്ല. കോൺഗ്രസ് CPM-നെയും കാര്യമായിട്ടൊന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പറയുന്നുണ്ടെങ്കിലും കാരണം ഇവർ രണ്ടു കൂട്ടരും പ്രതിസ്ഥാനത്ത് വരുന്നൊരു അവസ്ഥയുണ്ടാക്കി. ഈ അവസ്ഥയുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കാണ് ഇവിടെ നേട്ടം? BJP-ക്ക് ആണോ? BJP യഥാർത്ഥത്തിൽ ശബരിമല കൊള്ളയുടെ ആഴവും പരപ്പും നമ്മൾ ഇന്ന് പത്രത്തിൽ വായിക്കുന്ന അല്ലെ ഈ നിമിഷം ചാനലിൽ വരുന്ന ഫ്ലാഷ് ന്യൂസുകളിലെ കോടികളുടെ ക്രമക്കേടും അന്താരാഷ്ട്ര വ്യാപ്തിയുള്ള ഈ വിവരങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെന്റിന് അവർ ഈ വിഷയം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ശബരിമലയിൽ എന്താണ് നടന്നതെന്ന്. പക്ഷെ ആ നിമിഷം തന്നെ ED വന്നാൽ കാര്യങ്ങളാകെ മാറി. കോൺഗ്രസിനും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കേന്ദ്രത്തിനെ എതിർത്തുകൊണ്ട് ഈ വിഷയത്തിൽ CPM-ന്റെ ഒരു വികാരം ഇളക്കി വിട്ടുകൊണ്ട് ഇതിന് മറ്റൊരു പ്രതിപക്ഷം, അതായത് ഹിന്ദുക്കൾ തന്നെ രണ്ട് പക്ഷം സൃഷ്ടിക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു. ആ അവസരം വളരെ ബുദ്ധിപൂർവ്വം ഗവൺമെൻറ് കേന്ദ്രം ഒഴിവാക്കി, BJP ഒഴിവാക്കി. അവർ പ്രതികരിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പ്രതികരിക്കുന്നു. അവരേതെങ്കിലും രീതിയിൽ ജനങ്ങളെ രംഗത്തിറക്കി എന്തെങ്കിലും പരിപാടി നടത്തിയത് കണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് രംഗത്തെ ഇറക്കായിരുന്നെന്ന് അറിയാമോ? കാരണം രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് വരും, രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന്. ഒന്നും വന്നില്ല. ഇപ്പൊ കേരളത്തിലെ പൊതുവികാരം, ഞാനത് ഹിന്ദു എന്നുള്ള പദം മാറ്റുന്നു, പൊതുവികാരം എങ്ങനെയാണ്? ED വന്നത് നല്ലതോ മോശമോ? നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. CBI വരണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നത്. ആണ്. CBI വരാനുള്ള കളമൊരുക്കലാണ് ED-യെ കൊണ്ട് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതപര്യന്തം ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്തൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെല്ലാം ഏറ്റവും അവസാനം മൊത്തത്തിൽ ചെന്ന് ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ് ED. അതായത് BJP-യുടെ ED വരാൻ വൈകിയത് കേരളത്തിലെ BJP-യുടെ സാധ്യതകൾക്ക് വേണ്ടിയായിരുന്നു. കേരളത്തിൽ CPM-നെയും കോൺഗ്രസിനെയും തുറന്നു കാട്ടാനുള്ള സമയം ഈ 4-5 മാസം കൊണ്ട് സൃഷ്ടിച്ച്, അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ BJP വന്നിരിക്കുന്നത് വ്യക്തമായ ഹോംവർക്കോട് കൂടിയാണ്, കൃത്യമായ പ്ലാനോട് കൂടിയാണ്. അവർ ഇതിൽ എന്തൊക്കെയാണോ നടന്നിരിക്കുന്നത് അത് പരിപൂർണമായിട്ട് രംഗത്ത് കൊണ്ടുവന്ന് തെളിവുകളുടെ 100% എടുത്ത് എല്ലാവരെയും അഴിക്കുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ BJP-ക്ക് ഗാലറിയിൽ ഇത്ര നേരം ഗാലറിയിൽ നിന്നവർക്ക് കോർട്ടിൽ ഇറങ്ങി കളിക്കാനുള്ള അവസരം കിട്ടും. ശരിയാണോ?